ഹേ ഗായ്സ്, ഇപ്പോൾ റീസെൻറ്റ് പോസ്റ്റ് ആയിട്ടുള്ള ഈ വയലറ്റ് ഗൗൺ കണ്ടിരുന്നില്ലേ, അതിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ. സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലാണ്. നമ്മൾ യോക്ക് പോർഷൻ്റെ പീസാണ് ആദ്യം കാണിച്ചത്. പിന്നെ ഇത് സ്ട്രാപ്പിനുള്ളത്, പിന്നെ താഴേക്കുള്ളതുമാണ് കേട്ടോ കാണിച്ചത്. ആദ്യം നമ്മൾ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് സ്ട്രാപ്പിൻ്റെ ഈ പോർഷൻ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് തിരിച്ചിടുക. വേണമെന്നുണ്ടെങ്കിൽ അത് പ്രസ്സിങ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ട യോക്ക് പോർഷനിൽ നമ്മൾ ഡാട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. 2 ഡാട്ടും അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ ലൈനിങ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതായത് നോർമലി നമ്മൾ 2 പീസും കൂടിയും ഒപ്പം വെച്ചിട്ടാണ് ഡാട്ട് കംപ്ലീറ്റ് ആക്കാറ്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ സ്ട്രാപ്പ് വയ്ക്കുന്നത് നല്ല വശം, അതായത് നല്ല പീസിൻ്റെ നല്ല വശം മേലേക്ക് വരുന്ന രീതിയിൽ ലൈനിങ് പീസും മേലെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് എവിടെയാണോ സ്ട്രാപ്പ് വേണ്ടത് അവിടെ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വയ്ക്കുമ്പോൾ ഇതിലുള്ള അതേപോലെ ചെയ്യണേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ട്രാപ്പ് കിട്ടും. അതുപോലെ വെച്ചിട്ട് നമ്മളിതാ മേലത്തെ പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചിൽ വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. കറക്റ്റായിട്ട് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണിച്ച പോലെ ഒന്ന് ക്ലിയർ ആയിട്ട് ചെയ്താൽ മതി. അതുപോലെ ചെയ്യണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ട് കിട്ടില്ല. അതാ ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് കിട്ടിയില്ലേ. അല്ലെങ്കിൽ ഒരു സ്ട്രാപ്പ് തിരിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കിതാ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പോർഷന്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ച ആ പോർഷൻ്റെ നെക്ക് പോർഷൻ ഇല്ലേ, ആ ഭാഗത്ത് പ്രസ് ചെയ്ത് അടിക്കുക. അതായത് അതിൻ്റെ മേലെ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ, എല്ലാ പോർഷനിലും. പിന്നെ നമ്മൾ സെൻട്രലായിട്ട്, അതായത് നെക്കിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു പ്ലീറ്റ് വരുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ആക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്യണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്കുള്ള ബോട്ടം പീസായിട്ട് യോജിപ്പിക്കാനുള്ളത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഭാഗം അടിവശം ആദ്യം ഒന്നടിച്ചിട്ട് ചെറിയ തയ്യൽ തുമ്പിലടിച്ചിട്ട് അത് തന്നെ വീണ്ടും അടിച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ജോയിൻ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ സൈഡ് കൂട്ടുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് കേട്ടോ ഇത് ആഡ് ചെയ്യാത്ത, സോറി. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ വീഡിയോസ് ഇടാം കേട്ടോ. ഞാൻ കുറച്ച് സുഖമില്ലാണ്ടായി, അതിൻ്റെ ബേസിലാണ് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.